ഹായ് ഗൈസ്, ഓൾഡ് സ്കൂൾ ബോയ്സിൻ്റെ മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഭരതനാട്യം 2 മോഹിനിയാട്ടം എന്ന് പറയുന്ന സിനിമയാണ്. അപ്പോൾ ഈ ഭരതനാട്യത്തിനെ കുറിച്ച് നമുക്ക് കുറച്ച് ആദ്യം പറയാനുണ്ട്. അതെ നമ്മൾ ഫസ്റ്റ് ഈ സിനിമ കാണാൻ തന്നെ ഒരു ഫസ്റ്റ് ഡേ പോകണമെന്നുള്ള ഒരു ഹൈപ്പ് ഉണ്ടായത് ഭരതനാട്യം കണ്ടതിന്റെ ഒരു ഹൈപ്പാണ്. കാരണം ഭരതനാട്യം തിയേറ്ററിൽ പോയി നമ്മൾ കണ്ടിട്ടില്ല. OTT വന്നപ്പോഴാണ് അത് ഭയങ്കര ഹിറ്റ് ആയത്. അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഫസ്റ്റ് ഒരു 15 മിനിറ്റ്സ് നമുക്ക് അങ്ങനെ ഇച്ചിരി ബോറിംഗ് ആയിട്ട് തന്നെ തോന്നും. പിന്നീട് അത് ആശുപത്രിയിൽ കഴിഞ്ഞതിന് ശേഷമുള്ള സീൻസിലാണ് കഥ മാറുന്നത്. ആദ്യത്തെ ഒരു 15 മിനിറ്റ് നമുക്ക് വളരെ മറ്റേ ബാലേട്ടൻ മൂവി പോലെ ഇങ്ങനെ പോകുന്ന ഒരു സാധനമാണ്. അതിനുശേഷമാണ് സിനിമ മാറുന്നത്. അപ്പോൾ ആ ഒരു കോമഡി ജോണർ അന്ന് സത്യം പറഞ്ഞ ഒരു ഫ്രഷ് ആയിരുന്നു. അങ്ങനത്തെ ഒരു സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ അത് അതിലൊരു കോമഡി വരുന്നൊരു ആ ഒരു ജോണറിൽ കോമഡി വരുന്നൊരു സാധനം എനിക്ക് അധികം ഇല്ല. അത് പലരും പറഞ്ഞിട്ടുണ്ട്. മറ്റേ ബാലേട്ട് സിനിമയില് പുള്ളി മൂകാംബിക പുള്ളി മരിക്കുന്നതിന് പകരം ജീവിച്ചിരുന്നെങ്കിൽ ഇതായിരുന്നു സംഭവിക്കണേന്ന് പറഞ്ഞിട്ട് ആ സംഭവം ഉണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു ആ സിനിമ ബാലേട്ടൻ സിനിമയുടെ ഇൻസ്പിറേഷൻ ആയിരിക്കും. അപ്പൊ അതിന്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് ഇപ്പൊ ഇവര് മോഹിനിയാട്ടം കൊണ്ട് വന്നിരിക്കുന്നത്. സിനിമ തുടങ്ങാൻ തന്നെ നമ്മളെ മിഥുൻ മാനുവൽ തോമസിന് ഒരു പൊട്ടിച്ചിട്ട് സെക്കൻഡ് വിജയിപ്പിച്ചു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് ഫസ്റ്റ് പാർട്ട് പൊട്ടിയിട്ടും സെക്കൻഡ് എടുക്കാനുള്ള ഒരു പ്രചോദനം അത് പുള്ളിയാണല്ലോ കൊടുത്തത്. അപ്പൊ അതിന്റെ ഒരു താങ്ക് യു നോട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ തുടക്കത്തിൽ തന്നെ ഒരു കഥ മറ്റേ റീക്യാപ്പ് പോലെ നമ്മുടെ സീരീസിലൊക്കെ പോലെ റീക്യാപ്പ് പോലെ അത്. പക്ഷെ എനിക്ക് അത് അല്ല, ഭരതനാട്യ സിനിമയിലെ ഇമ്പോർട്ടന്റ് പാർട്സ് മാത്രമായിട്ട് കാണിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്യുന്ന ഒരു സംഭവമാണ്. പക്ഷെ ആ റീക്യാപ്പ് കണ്ടിട്ട് ബാക്കി കാണരുത്, നേരത്തെ സിനിമ കാണണം. കാര്യം ആ റീക്യാപ്പിൽ ആ സിനിമയുടെ ഒരു ക്യാരക്ടേഴ്സിന്റെ ആ ഒരു ഇത് കിട്ടുന്നില്ല നമുക്ക്, ഓരോ ക്യാരക്ടേഴ്സിന്റെ. അല്ല, ഈ പടം മറ്റേ കഴിഞ്ഞ പടത്തിന്റെ കണ്ടിന്യൂഷൻ ആണ്, അല്ലാതെ മറ്റേ പടത്തിന്റെ ക്യാരക്ടേഴ്സ് മാത്രം ഇട്ടിട്ട് വേറൊരു അതിന്റെ ഒരു കണ്ടിന്യൂഷൻ അതിനുണ്ട്. അത് പടം കണ്ടാലേ അതിനൊരു ഫീൽ കിട്ടും. ആട് സിനിമയുടെ ഒരു ഫോർമുലയല്ല അതിലുള്ള ക്യാരക്ടേഴ്സിന്റെ സ്വഭാവവും അതൊക്കെ നമുക്ക് അത് കണ്ടിട്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്കൊരു ഹ്യൂമർ ഒക്കെ നമുക്ക് വർക്കാവും. അവർ ഈ സിനിമയിൽ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷനും മറ്റേതിന്റെ ഒരു തുടർച്ചയാണ്. എന്തായാലും ഫസ്റ്റ് പാർട്ട് കണ്ടിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ സിനിമയ്ക്ക്. അപ്പൊ ഭരതനാട്യം 2 ഈ മോഹിനിയാട്ടം എങ്ങനെ ഉണ്ടായിരുന്നു? ഭരതനാട്യം 2 മോഹിനിയാട്ടം എനിക്ക് വർക്കായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹിനിയാട്ടം എന്ന് മാത്രം പറഞ്ഞാൽ ചേട്ടാ, എല്ലാരും ഇത് പറയാൻ തോന്നുന്നത്. അതെനിക്ക് വർക്കായി. കാരണം അത് എന്ന് വെച്ചാൽ പടം രസമുണ്ട്, കണ്ടോണ്ടിരിക്കുമ്പോ ഒരു രസമുണ്ട്. അത് ഭയങ്കര പൊട്ടിച്ചിരിയൊന്നും എനിക്ക് വന്നില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചിരിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് കണ്ടോണ്ടിരിക്കുമ്പോ ഒരു ത്രില്ലർ, ഒരു കോമഡി ത്രില്ലറിന്റെ ഒരു ബ്യൂട്ടി ഉണ്ടല്ലോ. പിന്നെ സിംപ്ലിസിറ്റി, ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് വെറുതെ കണ്ടുകൊണ്ട് ഇരിക്കാൻ അത് രസമുണ്ട്. അത് എനിക്കും അതിന്റെ ഹ്യൂമർ എനിക്ക് നന്നായിട്ട് ചിരി നന്നായിട്ട് വർക്കായി. ഞാൻ അങ്ങനെ വലുതായിട്ട് ചിരിച്ചില്ലെങ്കിലും എനിക്ക് ചിരിക്കാനുള്ളത് നമ്മൾ ആസ്വദിക്കാനുള്ള ഒരു സാധനം. പിന്നെ കുറെ റെഫറൻസ് കോമഡികളൊക്കെ ഉണ്ട്, അതിലൊക്കെ ഞാൻ അത് നല്ലൊരു സാധനമായിരുന്നു ആ സിനിമയിൽ. പിന്നെ ഇതിന്റെ ഒരു ഡാർക്ക് കോമഡി പോലത്തെ ഒരു സെഗ്മെന്റ് ആണ് ഈ സിനിമ. അപ്പൊ അതും എടുത്ത് പറയേണ്ട ഒരു സാധനമാണ്. മറ്റേ ഭരതനാട്യത്തിനാണെങ്കിൽ 13+ അല്ലായിരുന്നു, 13+ ആണ്. പക്ഷെ ഇതിൽ ഡാർക്ക് കോമഡി അവര് വർക്ക് ചെയ്തിട്ടുണ്ട്, സംഭവം വർക്കായിട്ടുണ്ട്. പക്ഷെ ചില സമയങ്ങളിൽ നമ്മൾ ആലോചിക്കും ഡാർക്ക് ഒരു വഴിക്കും കോമഡി വേറെ വഴിക്കും പോയോ, ഒരു അന്ധകാരം അതുപോലെ അവസാനമൊക്കെ ആയി പോയതുപോലെ തോന്നി. പക്ഷെ ബ്യൂട്ടിഫുൾ. ഞാൻ ആലോചിച്ചത് ഇവർ എങ്ങനെ കൊണ്ടുപോയി നിർത്തുമെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചായിരുന്നു. പക്ഷെ അവര് നല്ല രീതിയിൽ തന്നെ സിനിമ കൊണ്ടുവന്ന് എൻഡ് ചെയ്ത് അല്ല കറക്റ്റ് ആയിട്ട് ആ ക്യാരക്ടേഴ്സ് എല്ലാം കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോയി അവസാനം വരെ അത് പോയി. ഞാൻ വിചാരിച്ചു രണ്ടാമത്തെ പാട്ട് ഇത് എങ്ങോട്ട് പോകുന്നു വിചാരിച്ചു, കൊണ്ടുപോയി അവരെങ്ങനെ. പിന്നെ എടുത്തു പറയേണ്ട ക്യാരക്ടേഴ്സ് ഉണ്ട്. നമ്മുടെ സുരാജ് ഇതിൽ അഡീഷണൽ ആയിട്ട് വന്ന ആൾക്കാരാണ്. സുരാജ് വെഞ്ഞാറമൂട്, ബേബി ജീൻ, പിന്നെ നമ്മുടെ ജഗദീഷ് ഉണ്ട്, നമ്മുടെ ലാസ്റ്റ് പോലീസ് വിനയ് ഫോർട്ട്. അവരെയൊക്കെ എടുത്ത് പറയാം. അവരാണ് ഇതിൽ 4 ക്യാരക്ടർ പുതിയതായിട്ട്. പക്ഷെ നല്ല അവര് വന്നത് ഈ സിനിമയ്ക്ക് നല്ല രീതിയിൽ ഗുണം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് സുരാജ് എക്സലന്റ് പറഞ്ഞാൽ പുള്ളി സ്ക്രീനിൽ വരാൻ നമുക്ക് തോന്നും. അങ്ങനത്തെ രീതി പുള്ളി അഭിനയിച്ചിട്ടുണ്ട്.
പുള്ളിയുടെ ഇൻട്രസ്റ്റിംഗ് കുറച്ചു നേരത്തിന് ശേഷമാണ് കോമഡി റിലേറ്റഡ് റോള് ചെയ്യണെന്ന് തോന്നുന്നത്. അല്ല ഇത്രയും എക്സെൻട്രിക് ആയിട്ടുള്ള ഒരു ഇത് കുറെ നാൾക്ക് ശേഷം. അല്ലേ പുള്ളി എവിടെ എന്തെങ്കിലും സ്ക്രീനിൽ ഇങ്ങനെ കാണിച്ചാൽ മതി, അതിൽ എന്തെങ്കിലും ആ ക്യാരക്ടർ അങ്ങനെയാണ്. അത് വല്ലാത്തൊരു ആക്ടർ തന്നെ കേട്ടോ. വല്ലാത്തൊരു ആക്ടറും അത് ഇത്രയും ഒറിജിനാലിറ്റി പോലെ പല സാധനങ്ങളും ചെയ്യാൻ പറ്റുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ഇത്രയും റേഞ്ച് ഒക്കെ അത് പുള്ളിക്ക് ആ സ്റ്റേജില് പെർഫോം ചെയ്തതിന്റെ നല്ല രീതിയിൽ പുള്ളി അത് ഓവറും ആക്കണില്ല, മറ്റേ അതും മീറ്റർ പിടിച്ച് എന്ന് വെച്ചാൽ അതും പിന്നെ ഇതും റിയലിസ്റ്റിക്കും ആ ഒരു സാധനം കൂടെ വെച്ചിട്ട് ക്ലബ് ചെയ്തിട്ടുള്ള ഒരു സാധനം. പുള്ളിയുടെ ഒരു ഈ സിനിമയിലെ ക്യാരക്ടർ എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. എന്നിട്ട് ആ ഒരു സംഭവമൊക്കെ പിടിച്ച് ചെയ്യാന്ന് പറയണത് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പൊ അത് നിങ്ങളൊക്കെ കാണുമ്പോ അത് ചിലപ്പോ സിമ്പിൾ ആയിട്ട് തോന്നും, പക്ഷേ അത് പുള്ളി സിമ്പിൾ ആക്കിയോണ്ട് അങ്ങനെ തോന്നുന്നുണ്ട്. ഇത് ഇങ്ങനത്തെ ഒരാളായിരിക്കും എന്ന് നമുക്ക് അങ്ങ് പ്രതിഷ്ഠിക്കും. അപ്പൊ ആ ക്യാരക്ടർ സുരാജ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത് നമ്മുടെ ബേബിജിന് നല്ല രസമായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. കാരണം ആ ഒരു വെഗിളി ആയിട്ടുള്ള ഒരു റോളായിരുന്നു. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ട്. കാരണം ഞാൻ ഒരു പുതിയൊരാളല്ലേ സിനിമയില്, പക്ഷെ അത്രയും ഇത് കിട്ടില്ലായിട്ട് എനിക്ക് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ആ ഒരു ക്യാരക്ടർ. പക്ഷെ മെയിൻ ക്യാരക്ടറാണ്. മെയിൻ ക്യാരക്ടറാണ്. അല്ല സ്ലാങ് നല്ല രസമായിരുന്നു. അത് മുഴുനീള ക്യാരക്ടർ പിടിച്ചു തന്നെ ചെയ്തിരിക്കണം. എനിക്ക് തോന്നുന്നു ആ ഒരു കഴിഞ്ഞ ഇതില് അഭിരാമിന്റെ റോൾ ഉണ്ടല്ലോ, സുഭാഷ്, പുള്ളിയുടെ ഒരു ഇതാണ് ഇതില് പുള്ളി ചെയ്യണത്. ഈ അഭിരാമ് പറഞ്ഞതും ഒരു രസം, പുള്ളിയും വരുന്നുണ്ട് അതില്. അതും അത് അപ്പോഴും സിനിമ ഒരു സെറ്റ് ആവുന്നു. സിനിമ മൊത്തത്തിൽ ഒരു രസമുള്ള പടമാണ്. രസം. അതെ അതെ. പിന്നെ കലാരഞ്ജിനി എനിക്ക് കലാരഞ്ജിനിയുടെ കോമഡിയാണ് എനിക്ക് കൂടുതൽ വർക്കായത്. എക്സ്പ്രഷൻസും ഒക്കെ ഒരു പോസ് ഉണ്ട്, അത് നമ്മൾ ചിരിച്ചു അല്ലേ. നമുക്ക് ഇപ്പൊ പുള്ളിക്കാരിയുടെ സൗണ്ട് ഇത്തിരി കുറച്ചൊന്ന് അടഞ്ഞ സൗണ്ടാണ്, എന്തോ സർജറി ഒക്കെ ചെയ്ത അടഞ്ഞ സൗണ്ടാണ്. അപ്പോഴ് ഫസ്റ്റിലെ കാണുമ്പോ ആദ്യമൊക്കെ നമുക്ക് സംസാരം വരാത്ത പോലെ തോന്നും, പക്ഷെ പിന്നെ അതൊരു കോമഡി രീതിയിൽ എന്ന് വെച്ചാൽ പുള്ളിയുടെ സൗണ്ട് നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് നല്ല ഒരു എന്ന് വെച്ചാൽ കേൾക്കാത്ത പോലെ അങ്ങനെ ഇരിക്കും. പക്ഷെ ഇതില് വരുമ്പോഴും അതിനൊരു സൗണ്ടിനൊരു ക്യാരക്ടർ ഉണ്ട്. പുള്ളിക്കാരിയുടെ മുഖത്തെ എക്സ്പ്രഷൻ വെച്ച് കാണിക്കുന്നതൊക്കെ നല്ലത്. അത് ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിൽ കൂടി കഴിഞ്ഞതിന് ശേഷം ഒരു എക്സ്പ്രഷൻ ഉള്ള ഒരു പരിപാടിയുണ്ട്, അത് നല്ല രസമാണ്. എനിക്ക് പലയിടത്തും കൽപ്പനയുടെ ഒരു ഇത് കൽപ്പനയുടെ മുഖത്ത് ചായയും കൂടെ ഉള്ളതുകൊണ്ട് കുറച്ചും കൂടെ. പിന്നെ എടുത്തു പറയേണ്ടതാണ് അളിയന്റെ റോള്, നന്ദു പൊതുവാൾ ചെയ്ത റോള്. ഒരു മുഴുനീള റോളാണത്. പുള്ളി റയർലി മാത്രമേ അങ്ങനെ വരാറുള്ളൂ. കഴിഞ്ഞിട്ടെക്കാട്ടിയും കുറച്ചുകൂടെ കോമഡിയൊക്കെ ഉള്ള ഒരു സാധനമായിരുന്നു. പുള്ളിക്ക് അണ്ടർ യൂട്ടിലൈസ്ഡ് ആണെന്ന് തോന്നി ഈ സിനിമ. ഈ പടം കാണുമ്പോഴത്തേക്കും വഴിപോക്കൻ എന്നൊക്കെ ഇടയ്ക്ക് റെഫറൻസ് ഒക്കെ ഉണ്ട്. നല്ല രീതിയിൽ അഭിനയിക്കണം, കോമഡി ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ അഭിനയിക്കുന്ന ചില ഇമോഷണൽ സീനൊക്കെ പുള്ളിക്ക് വരുന്നത് അത് കൊള്ളാം, നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു അളിയനുണ്ട്, പുള്ളിയുടെ പേര് ഓർമ്മയില്ല, പക്ഷെ ഈ അങ്ങേര് സൂപ്പറായിരുന്നു. അയാൾ ആ ഒരു മറ്റേ ആരും ഗൗനിക്കുന്നില്ല, അവരുടെ ഒരു പരിഭവവും ആസാനമൊക്കെ നന്നായിട്ടാണ്. പൊതുവാളിന്റെ ക്യാരക്ടർ ഇല്ലേ, ഈ അളിയന്റെ ക്യാരക്ടർ, അത് നമ്മളെ സിനിമ ഇത് കൊറേ വീടുകളിലും ഇങ്ങനെ ഷർട്ടൊക്കെ ഊരിയിട്ട് അങ്ങനെ ഇന്നസെന്റ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. നല്ല രസമായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. നമുക്ക് തോന്നും പുള്ളി ഇത്രയും നാൾ അണ്ടർ യൂട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഒരു ആളാണ്. ഒരു മുഴുനീള ഇത് കിട്ടിയപ്പോഴാണ് നമുക്ക് ആ ഒരു ഫീല് വന്നത്. പുള്ളിയെ പലയിടത്ത് യൂട്ടിലൈസ് ചെയ്യായിരുന്നു തോന്നല്. പിന്നെ ഇതിന്റെ ഈ ഒരു നടക്കുന്ന ഒരു സംഭവം സ്റ്റോറി അതും കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള, നമ്മള് കേൾക്കുമ്പോ നമ്മള് തന്നെ ഒന്ന് അതാ സാധനം വരുമ്പോ തന്നെ ട്വിസ്റ്റിന്റെ സംഭവം അത് നരേറ്റ് ചെയ്യണം നമ്മുടെ സുരാജ്. പുള്ളിയുടെ നരേഷനും അടിപൊളിയാ. അപ്പൊ ഒരു അനിമേഷൻ ഒക്കെ വരും, അത് നല്ല സാധനം. അത് നല്ല നമ്മൾ ചിരിക്കാൻ കുറെ ഉണ്ട്. നമ്മൾ ഇങ്ങനെ പറയുമ്പോഴാണ് നമ്മളിങ്ങനെ ഓർത്തെടുക്കണം, ഈ സാധനം കൊള്ളാലോ പരിപാടി കൊള്ളാലോ എന്ന് തോന്നുന്നു. സിനിമ സെക്കൻഡ് പാർട്ട് എടുത്താലും വെറുതെ നമ്മൾ ആ ബ്രാൻഡ് ഉപയോഗിച്ച് വെറുതെ അങ്ങനെ ചെയ്യണല്ല. കറക്റ്റ് ആയിട്ട് കുറച്ച് ഈ പ്ലോട്ടിന്റെ കാര്യം ഉണ്ടല്ലോ, അത് നല്ല സാധനം. പിന്നെ സൈജു കുറുപ്പ് പുള്ളിയുടെ പെർഫോമൻസും
ഭയങ്കര രസമാണ് രസമാണ്. ചില സാധനത്തെ അസ്ഥാനത്ത് കോമഡിയൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് എൻജോയ് ആ സിനിമയുടെ ആ പ്ലോട്ട് കൊണ്ട് നമുക്ക് ഒരു കൗതുകമുള്ള സാധനങ്ങളും കുറെ കാര്യങ്ങളും പിന്നെ ആ പ്ലോട്ട് ഉള്ളതുകൊണ്ട് തന്നെ പിന്നീട് നടക്കുന്ന കാര്യങ്ങളെല്ലാം ഇത് കാരണമാണല്ലോ എന്ന് ആലോചിക്കാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ ചിരി വരും. പിന്നെ ഈ ഹോൾ ഫാമിലി ഇൻട്രസ്റ്റിംഗ് അത് ആ ഒരു ആ ക്യാരക്ടേഴ്സിനെ കൊണ്ട് വേറെ എവിടെ നിന്നെങ്കിലും നമ്മള് ആട് പോലെയൊക്കെ തന്നെ എന്നുവെച്ചാൽ ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടേഴ്സാ. അത് ഇനി തേർഡ് പാർട്ട് ക്യാരക്ടേഴ്സിന്റെ എസൻസ് കളഞ്ഞിട്ടില്ല. അത് അതേ കണക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. അതാ മീറ്റർ പിടിച്ച് തന്നെ അവരും ചെയ്തിട്ടുണ്ട്. ഇത് നല്ല രീതിയിൽ ഡയറക്റ്റും ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ റൈറ്റും ചെയ്തിട്ടുണ്ട്. അത് ഡയറക്ടറിനെ അപ്രീഷിയേറ്റ് ചെയ്യണം. കാര്യം ഈ ഡാർക്കൊക്കെ ഇത്തിരി പാടാണ് ഇവിടെ ഇങ്ങനത്തെ ഒരു സാധനത്തിലൊക്കെ ഇങ്ങനെ കൊളാബറേഷൻ ചെയ്ത് ഇങ്ങനെ തള്ളി വിടുക. കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ഇല്ല കോംപ്രമൈസ് ചെയ്തില്ല. അതില് ഐ അപ്രീഷിയേറ്റ്. ഇച്ചിരി കൂടിപ്പോയെങ്കിലും ക്ലൈമാക്സ് ഒക്കെ ആവുമ്പോ ഇങ്ങനെ ആലോചിക്കും ഇത്രയും പോണമായിരുന്നു. അപ്പൊ മൊത്തത്തിൽ പടം അത്യാവശ്യം വർക്കായിട്ടുണ്ട്. പക്ഷെ എവിടെയൊക്കെ എന്തൊക്കെയോ ചെറിയ ചെറിയ ഒരു മിസ്സിങ് പോലെ തോന്നുന്നു. കഴിഞ്ഞിറങ്ങുമ്പോ തന്നെ എന്തോ ഒരു സാധനം മിസ്സാവുന്നത് പോലെ. പക്ഷെ ഫസ്റ്റില്ലെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സിനിമ കണ്ടപ്പോഴത്തേ എനിക്ക് കുറച്ചുകൂടെ ഓക്കെ കംപ്ലീറ്റ് ആയി, ഈ സിനിമ ഇങ്ങനെ കംപ്ലീറ്റ് ആയി എന്നുള്ളൊരു സംഭവം മനസ്സിൽ ഫീൽ ചെയ്യും. പക്ഷെ ഇതിലങ്ങനെ എന്തൊക്കെയോ കുറച്ചുകൂടെ ഒക്കെ ഒന്നുകൂടെ എലാബറേറ്റ് ചെയ്തിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നി. ഈ ക്യാരക്ടേഴ്സ് നമുക്ക് എപ്പോഴും ഇങ്ങനെ ടി വിയിൽ സ്ക്രീനിൽ ഇങ്ങനെ കണ്ടോണ്ടിരിക്കാൻ താല്പര്യമാണ്. എനിക്ക് സെക്കൻഡ് ഹാഫ് ഞാൻ കണ്ടോണ്ടിരുന്നോണ്ട് എൻജോയ് ചെയ്തോണ്ടിരുന്നോണ്ട് പെട്ടെന്ന് അത് തീർന്നു പോയതാണെങ്കിൽ എനിക്ക് തോന്നി. സെക്കൻഡ് ഹാഫ് ഞാൻ കൂടുതൽ എൻജോയ് ചെയ്തത്. ഓർഡിനറി പീപ്പിൾ ഇൻ എക്സ്ട്രാ ഓർഡിനറി സിറ്റുവേഷനിലാണ് ഇരിക്കുന്നത്. പക്ഷെ ആ ഒരു എക്സ്ട്രാ ഓർഡിനറി സിറ്റുവേഷൻ കുറച്ചും കൂടെ വലുതാ എന്ന് വെച്ചാൽ കുറച്ചും കൂടെ അവരുടെ ഒരു കുറച്ചും കൂടെ കടുപ്പിക്കണമായിരുന്നു. കുറച്ച് അവർക്ക് ആ ഒരു എക്സ്ട്രാ ഓർഡിനറി സിറ്റുവേഷൻ അത് അത്രയും മതി, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ കുറച്ചുകൂടെ കാണിക്കായിരുന്നു ആ സിറ്റുവേഷനിനെ, കുറച്ചുകൂടെ നമുക്കൊന്ന് ഇങ്ങനെ ആൾക്കാർക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കായിരുന്നു ആ സിറ്റുവേഷനിലെ ബുദ്ധിമുട്ട്. അത് സംഭവം കുറച്ചുകൂടെ നമുക്ക് കണ്ടിരുന്നെങ്കിൽ നമുക്ക് അല്ലാണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ അതിന്റെ ഒരു മിസ്സിങ് പോലെ തോന്നി. തിയേറ്ററിൽ പോയി എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പടമായിരുന്നു ഈ ഒരു സമയത്ത്. തിയേറ്ററിൽ പോയി നമ്മളിപ്പോ തന്നെ സംസാരിക്കാൻ, നമ്മൾ ഈ ഓരോ കോമഡികൾ ഇങ്ങനെ ഇപ്പോഴിങ്ങനെ ആലോചിക്കുമ്പോൾ, സംസാരിക്കാൻ വേണ്ടി ആലോചിക്കുമ്പോൾ ഭയങ്കര സാധനമായിരുന്നു. അത് നല്ല രസമുള്ള സാധനമായിരുന്നു. നല്ല കുറെ എലമെന്റ്സ് ഉണ്ട്, നല്ല കൗതുകമുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഈ സിനിമ ടച്ച് ചെയ്തിട്ട് പോയിട്ടുള്ള ഈ റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ട കുറെ ആചാരങ്ങളും വിശ്വാസങ്ങളും കാര്യങ്ങളും, റീസെന്റ് ആയിട്ട് നടന്ന കുറച്ച് സാധനങ്ങളൊക്കെ അതെങ്ങനെയാണ് ആൾക്കാരുടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, നമ്മള് അത് എങ്ങനെയാണ് ആ ഒരു സാധനങ്ങളൊക്കെ നല്ല രീതിയിൽ കൊട്ടിയിട്ടുണ്ട്. ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിനെക്കാട്ടി അതിന്റെ ബാക്ക് ആൻഡ് സ്റ്റോറി എന്തായിരിക്കാം എന്നുള്ള സാധനമാണ് കാണിക്കുന്നത്. എന്തോരം അത് പ്രത്യേകിച്ച് പറയണം, ഈ ഭരതന്റെ ക്യാരക്ടർ അത് ഇപ്പോഴും വിട്ടുമാറാതെ ഉണ്ട് എന്നുള്ളതാണ്. സായികുമാർ ഇതിലും നല്ലൊരു റോളാണ് ആ സിനിമയില് കുറെ ഇപ്പൊ മതപരമായിട്ട് കാര്യങ്ങളൊക്കെ പറയാനുള്ളൂ. അപ്പോഴാ മാൻ മെയ്ഡ് ആയിട്ടുള്ള സാധനങ്ങളുണ്ടല്ലോ, ഈ വിശ്വാസങ്ങള് നമ്മളെ ഹ്യൂമൻ ആയിട്ട് മെയ്ഡ് ചെയ്ത് കുറെ കാര്യങ്ങളുടെ ഒരു സാധനം ഉണ്ടല്ലോ, അതൊക്കെ അതൊക്കെ എങ്ങനെയാണ് അതില് മിക്സ് ആക്കി ചെയ്യുന്നത് എന്നുള്ള സംഭവം. നമ്മൾ തിരിച്ചിന്തിക്കുമ്പോഴും കോമഡിയാണ്, റിയാലിറ്റിയിൽ ചിന്തിക്കുമ്പോഴും കോമഡിയാണ്. നമ്മളൊന്ന് ചിന്തിപ്പിക്കും. വേറെയും ഭരതന്മാര് നമുക്കിടയിൽ ഉണ്ടോ എന്ന് ചിന്തിപ്പിക്കും. അത് കുറച്ച് ചിന്തിപ്പിക്കും. അത് നമ്മളിനി ചിലപ്പോ കുറച്ച് ഇതിനെ പറ്റിയൊക്കെ അന്വേഷിച്ചോ ചിലപ്പോ കണ്ടുപിടിക്കാനും പറ്റുമെന്ന് തോന്നുന്നു. കുറച്ച് കാണുമായിരിക്കും. വിവാദങ്ങളൊന്നും അതിലൊന്നും തോന്നണേ, വിവാദങ്ങളാക്കാനുള്ള സാധനങ്ങളുണ്ടായിരിക്കാം. പക്ഷേ അത് അത്രയ്ക്ക് കഴിഞ്ഞാൽ വലിയ കാര്യമില്ല. ഇപ്പൊ മൊത്തത്തിൽ ഭരതനാട്യം ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് തിയേറ്ററിൽ ഇരുന്ന് ഭരതനാട്യം 2 ഇല്ലേ, അത് എൻജോയ് ചെയ്യാൻ പറ്റിയ, അവർക്ക് അത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതെന്തായാലും ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ള സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഈ ഡാർക്ക്നെസ്, അത് അന്ധകാരം ഇഷ്ടപ്പെടുന്നവർ കുറച്ചുകൂടി ഇഷ്ടപ്പെടും. പക്ഷെ അന്ധകാരം അധികം ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ ചിലപ്പോ അവർക്ക് അത്രയും ലൈറ്റ് ആയിട്ട് കാണാത്തയും ഡാർക്ക് കോമഡി അത്ര കോമഡി ആയിട്ട് തോന്നാത്തവർക്കും ചിലപ്പോ അത് പറ്റില്ല, ദഹിക്കത്തിരി പാടായിരിക്കും. കാര്യം ഈ ഫാമിലി ഓഡിയൻസ് ഒക്കെ അതെങ്ങനെയാണെന്നുള്ള ആ ഒരു ഈ ഡാർക്ക് കോമഡിയുടെ ഒരു ഇതുണ്ടല്ലോ, അത് ആ ഒരു സത്ത ആൾക്കാരങ്ങ് എടുക്കുമെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. സാധാരണ ഇതിഷ്ടമില്ലാത്ത ആൾക്കാർ അത് കണ്ടറിയാം എന്തായാലും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട സിനിമ.
അപ്പൊ ഈ സിനിമ കണ്ടിട്ടുള്ളവർ ഇതിനെ പറ്റിയുള്ള ഭരതനാട്യം 2 മോഹിനിയാട്ടത്തിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നമുക്ക് പറയുക. നമ്മളോട് നിങ്ങൾക്ക് നമ്മളെ പോലെയാണോ ഫീൽ ചെയ്തത്? അതെ, കണ്ടിട്ടില്ലാത്തവർ ഭരതനാട്യം 1 കണ്ടിട്ടുള്ളവർ എന്തായാലും പോയി, അവർക്ക് അത് ഇഷ്ടപ്പെട്ടവർ എന്തായാലും പോയി വി റെക്കമെൻഡ് അല്ലേ, നമ്മളെന്തായാലും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സിനിമയാണത്. അപ്പൊ അതത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു റിവ്യൂ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. അപ്പോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.